ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 1ൻ്റെ അതിലെ 3rd എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മാസ്റ്റർ കോഡിയാക്കോ നമ്മുടെ താൻജറോനെ ഡീമൺ സ്ലെയർ ആവാൻ വേണ്ടി പരിശീലിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളൊരു കാര്യം മാത്രം ചെയ്താൽ മതി, നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്കും ചെയ്തേക്കുക. സോ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കം തന്നെ നമ്മുടെ താൻജറോയ്ക്ക് മാസ്റ്റർ കോഡിയാക്കോ ഡീമൺ സ്ലെയേഴ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വർഷം മുമ്പ് തന്നെ ഡീമൺസും ഉണ്ട്, അതുകൊണ്ട് തന്നെ അവരെ കൊല്ലാൻ വേണ്ടി ഡീമൺ സ്ലെയേഴ്സിൽ തന്നെ ഏറ്റവും പ്രഗുപ്പരായിട്ടുള്ള വളരെയധികം എക്സ്പീരിയൻസ് ഒക്കെയുള്ള വളരെയധികം പവേഴ്സ് ഒക്കെയുള്ള വളരെയധികം കഴിവൊക്കെയുള്ള ആൾക്കാരെ മാത്രം തിരഞ്ഞെടുത്ത് ഉണ്ടാക്കിയ ഒരു ടീമാണ് ഹാഷ്റാസ്. ഡീമൺ സ്ലെയേഴ്സിൽ തന്നെ ഒരുപാട് കഴിവുള്ളവർക്ക് മാത്രമേ ഹാഷ്റ ടീമിൽ കയറി പറ്റാൻ പറ്റത്തുള്ളൂ. ഹേ താൻജറോ, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്തെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നീ ഒരു ഡീമൺ സ്ലെയർ ആവത്തില്ല. അതിന് നീ ഒരു ടെസ്റ്റ് എഴുതണം. ആ ടെസ്റ്റ് നിന്നെ പോലെ തന്നെ കുറേ പേര് ഡീമൺ സ്ലെയേഴ്സ് ആവാൻ വേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. അവരെല്ലാവരും നീ തോപ്പിക്കണം, എന്നാൽ മാത്രമേ നിനക്കൊരു ഡീമൺ സ്ലെയർ ആവാൻ പറ്റത്തുള്ളൂ എന്ന് മാസ്റ്റർ കോഡിയാക്കോ താൻജറോട് ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ നിനക്ക് നിന്റെ അനിയത്തെ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നീ വളരെ നന്നായിട്ട് തന്നെ നീ കഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ട്രെയിൻ ചെയ്യാൻ. അങ്ങനെ താൻജറോനെ വളരെ നന്നായിട്ട് തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷേ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിനിടെ കുറെ കത്തിയൊക്കെ വരുന്നുണ്ട്. അന്നേരം താൻജറോ വിചാരിക്കുന്നത് ഇയാൾ എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞ് ഇയാൾ എന്നെ കൊല്ലാൻ നോക്കുകയാണോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ദിവസവും ട്രെയിൻ ചെയ്യുന്നത് നമ്മുടെ താൻജറോ ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നിസ്കോ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മുടെ താൻജറോ നിസ്കോനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, പക്ഷേ അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക. ദിവസം നമ്മുടെ താൻജറോ വളരെ നന്നായിട്ട് തന്നെ കഷ്ടപ്പെട്ട് ട്രെയിനൊക്കെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ താൻജറോ ഓരോ കെണിയിലൊക്കെ ചെന്ന് പെടുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ താൻജറോ വെട്ടാൻ വേണ്ടി ഇങ്ങനെ വീശി ആയിരുന്നു അവിടെ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. താൻജറോട് മാസ്റ്റർ കോഡിയാക്കോ വന്ന് പറയാണ്, എന്നാൽ ഇനി ഒരു 500 തവണയും കൂടെ ചെയ്തോളാൻ. ഇത് കേട്ടോണ്ടിരുന്ന താൻജറോ ഒന്ന് ഇല്ലാതായി പോകുക. വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് അവൻ ഓരോ ട്രെയിനിങ്ങും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അവൻ ഡയറിയിൽ എഴുതി വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ മാസ്റ്റർ കോഡിയാക്കോ താൻജറോയുടെ കട്ടാനെ കുറിച്ച് പറയുന്നു. കട്ടാനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജപ്പാനിലുള്ള ആൾക്കാർ പരമ്പരായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു വാളാണ്. ഈ വാളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് സിമ്പിൾ ആയിട്ട് മുറിക്കാൻ പറ്റും. പക്ഷേ 2 കാര്യങ്ങൾ മാത്രം വേണം, ഒന്ന് സ്പീഡ്, ഒന്ന് കോൺസെൻട്രേഷൻ. അങ്ങനെ കുറെ കാലത്തെ പരീക്ഷണം നമ്മുടെ താൻജറോയ്ക്ക് കൊടുക്കുന്നു. അവനെ വെള്ളത്തിൽ തള്ളിയിടുന്നുണ്ട്, അവനെ വെള്ളത്തിന്റെ ചോട്ടിലിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് മാസ്റ്റർ കോഡിയാക്കോ ഒരു ദിവസം നമ്മുടെ താൻജറോട് വന്നത് പറയുന്നത്, ഇന്നത്തോട് നിന്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു, ഇനി നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഡീമൺ സ്ലെയർ ആവാനുള്ള മത്സരത്തിൽ പങ്കെടുക്കാം. അങ്ങനെ താൻജറോനെ വിളിച്ചോട് മാസ്റ്റർ കോഡിയാക്കോ ഒരു കാട്ടിലേക്ക് പോവുകയാണ്. താൻജറോനെ മാസ്റ്റർ ഒരു വലിയ കല്ല് കാണിക്കുകയാണ്, ഒരു വട്ടത്തിലൊക്കെ ഇരിക്കുന്ന ഒരു കയറൊക്കെ കിട്ടിയിട്ടുള്ള ഒരു കല്ല്. എന്നിട്ട് മാസ്റ്റർ താൻജറോനോട് പറയാണ്, നീ ഇത് മുറിക്കണം രണ്ടായിട്ട്, ഇതൊന്നും നിന്റെ വാൾ ഉപയോഗിച്ച് മുറിക്കണം. അങ്ങനെ അവിടുത്തെ മാസ്റ്റർ കോഡിയാക്കോ പോവാണ്. ഇതെങ്ങനെ മുറിക്കുമെന്ന് താൻജറോ ചിന്തിച്ചിരിക്കുക. മാസ്റ്റർ കോഡിയാക്കിനെ താൻജറോ ഒരുപാട് തവണ വിളിക്കുന്നുണ്ടെങ്കിലും മാസ്റ്റർ കോഡിയാക്കോ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോകും. അങ്ങനെ മാസ്റ്റർ കോഡിയാക്കോ താൻജറോട് പറയുന്നു, ഇനി എന്ന് നീ ഈ കല്ല് മുറിച്ചിട്ട് വരുന്നു അന്ന് മാത്രമേ ഇനി ഞാൻ നിന്നോട് ഇനി സംസാരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് നടന്നു പോകും. അതിന് നമ്മുടെ താൻജറോ കല്ല് പൊട്ടിക്കാൻ വേണ്ടി ഓടി വന്ന താൻജറോ ആ വാള് വെച്ചിട്ട് ആ കല്ലിലോട്ട് വെട്ടുന്നു. അങ്ങനെ താൻജറോ അവൻ്റെ സ്പീഡും കോൺസെൻട്രേഷനും കൂട്ടാൻ വേണ്ടി ഒരുപാട് മുളയൊക്കെ ഉള്ള സ്ഥലത്ത് വന്നിട്ട് സ്പീഡിന് മുള മുറിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവൻ്റെ ബ്രീത്തിങ് ടെക്നിക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അടിയിൽ അവനെ മാസ്റ്റർ കോഡിയാക്കോ പറഞ്ഞു കൊടുത്ത കുറേ ടെക്നിക്കൊക്കെ അവൻ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ ഒരുപാട് തവണ കല്ല് പൊറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ അവൻ്റെ മുന്നിൽ പരാജയം മാത്രമായിരുന്നു. ഒരു ദിവസം അവൻ ആ കല്ല് പൊട്ടിക്കുന്നതിന് മുമ്പേ പറയുന്നുണ്ട്, ഇതൊരിക്കലും നടക്കത്തില്ല, ഇതൊരു നടക്കാത്ത കാര്യമാണ്, ഈ വാളിനെക്കാട്ടി ശക്തി എൻ്റെ തലയിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ആ തല വെച്ചിട്ട് ആ കല്ല് തല്ലി പൊളിക്കാൻ നോക്കുക. താൻജറോയുടെ ഒരാൾ വന്ന് പറയുന്നുണ്ട്, നീ കാണിക്കുന്ന മൊത്തം മണ്ടത്തരെ വന്ന്. അങ്ങനെ താൻജറോ മേളിലോട്ട് നോക്കിയപ്പോൾ കാണുന്നത് ഒരു മുഖംമുടി ഇട്ട ഒരാൾ ആ കല്ലിന്റെ മണ്ടയ്ക്ക് ഇരിക്കും. ഇയാൾ അങ്ങനെ ഇതിന്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുന്നത്, ഇയാൾ നടക്കുന്ന ശബ്ദം പോലും ഞാൻ കേട്ടില്ലല്ലോ, ഇയാൾ ആരാ ഇന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുകയാണ് നമ്മുടെ താൻജറോ. അയാൾ പറയുന്നു, നിന്നെ കണ്ടിട്ട് ഒരു ഡീമൺ സ്ലെയർ ആയിട്ട് തോന്നുന്നില്ലല്ലോ, നീ ഒരു മണ്ടൻ തന്നെ, നിന്റെ കയ്യിലിരിക്കുന്ന ആയുധം ഉപയോഗിച്ച് ഈ കല്ല് പൊട്ടിക്കുന്നതിന് പകരം നിന്റെ തല ഉപയോഗിച്ച് പൊട്ടിക്കാൻ നോക്കുന്നത്, നീ ആദ്യം ഒരു ഡീമൺ സ്ലെയർ ആയിട്ട് ജീവിക്കാൻ പഠിക്കുന്നത് പറഞ്ഞ് അയാൾ ഇറങ്ങി വന്നിട്ട് താൻജറോയെ അടിച്ചങ്ങ് തെറിപ്പിക്കുക. കണ്ടിട്ട് താൻജറോ എഴുന്നേറ്റിട്ട് ചോദിക്കുവാണ്, നീ എന്തിനാണ് വെറുതെ എന്നെ തല്ലാൻ? മാസ്കിന്റെ പുള്ളിയുടെ പേരാണ് സാബിറ്റോ പറയുന്നുണ്ട്, ഞാൻ നിന്നെ സഹായിക്കാൻ വന്നയാ, നിന്റെ മാസ്റ്റർ പറഞ്ഞ പോലെ നീ ട്രെയിൻ ചെയ്താലൊന്നും ഈ കല്ലൊന്നും നീ പൊട്ടിക്കാനേ പോകുന്നില്ലെന്ന്, അതുകൊണ്ട് നീ ആദ്യം എന്നെ തല്ലാൻ വാ, എന്നെ തല്ലി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാമെന്ന് പറയുവാണ് സാബിറ്റോ. ഇത് കേട്ട് താൻജറോ പറയാണ്, ഞാനിവിടെ അടിയൊന്നും കൂടാൻ വന്നേയില്ല, എനിക്ക് ട്രെയിൻ ചെയ്താൽ പറ്റത്തുള്ളൂ, എനിക്ക് ട്രെയിൻ ചെയ്താൽ മാത്രമേ എനിക്ക് എൻ്റെ സിസ്റ്ററിനെ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ ട്രെയിൻ ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് താൻജറോ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പോകും. ഇതേ സമയത്ത് താൻജറോ പറയുവാണ്, അത് മാത്രമല്ല നിന്റെ കയ്യിലിരിക്കുന്നത് വെറും തടി, എൻ്റെ കയ്യിലിരിക്കുന്നത് ഒറിജിനൽ വാളാണ്, അതുകൊണ്ട് ഞാനിതൊന്ന് ചെറുതായിട്ട് നിന്റെ വീശിയാൽ മാത്രം മതി നീ തട്ടിപ്പോവാൻ, അതുകൊണ്ട് ഇവിടുന്ന് മര്യാദയ്ക്ക് പൊക്കോളാനാണ് താൻജറോ പറയുന്നത്. ഇത് കേട്ടോണ്ട് സാബിറ്റോ പറയുവാണ്, അങ്ങനെ സാബിറ്റോ ഓടി വന്ന് താൻജറോയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ആദ്യമൊക്കെ ഈ താൻജറോ അതൊക്കെ തടയും, പക്ഷെ പിന്നെ സാബിറ്റോയുടെ അടിയൊക്കെ വാരി മേടിക്കുന്നുണ്ട് നമ്മുടെ താൻജറോ. സാബിറ്റോ ആണെങ്കിൽ ഇവിടുന്നും ഒക്കെ ഭയങ്കര സ്പീഡിൽ വന്നിട്ട് നമ്മുടെ താൻജറോനെ അടിച്ച് ബോധം കെടുത്തിയിടും. സമയം ഇപ്പം രാത്രിയായി. താൻജറോയ്ക്ക് ഇപ്പോഴാണ് ബോധം വരുന്നത്. താൻജറോ കണ്ണ് തുറക്കുമ്പോൾ നോക്കുമ്പോൾ സൈഡിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നു. ആ പെൺകുട്ടിയുടെ പേരാണ് മൊക്ക. പെൺകുട്ടി താൻജറോയോട് ചോദിക്കുവാണ്, അവൻ നിന്നെ അടിച്ച് താരയിട്ടു അല്ലേ? അന്നേരം താൻജറോ ചോദിക്കണം, അവൻ എന്ത് ചെയ്യും, അവനെ ഞാൻ ഇന്ന് അടിച്ച് ശരിയാക്കിയിട്ടേ ഉള്ള കാര്യമെന്ന് താൻജറോ പറയാം. ആ പെൺകുട്ടി താൻജറോയോട് പറയാണ്, അതിന് നിന്നെ കൊണ്ട് ഇപ്പം സാധിക്കത്തില്ല, അതിന്
നീ നല്ലതായിട്ട് ട്രെയിൻ ചെയ്യണം, അത് ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാവുന്ന ആ പെൺകുട്ടി താൻസ്രോയോട് പറയും. അങ്ങനെ മൊക്കോമോ നമ്മുടെ താൻസ്രോയിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുവാണ്. അന്നേരം മൊക്കോമോ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ആരെങ്കിലും ആക്രമിക്കാൻ പോകുമ്പം അത് മനുഷ്യനായിക്കോട്ടെ ഡീമൻ ആയിക്കോട്ടെ നമ്മൾ അവൻ്റെ വീക്ക് പോയിന്റ് കണ്ടുപിടിക്കും. നമ്മുടെ ഫുൾ കോൺസെൻട്രേഷനും അയാളിലായി. അയാളെ കൊല്ലുന്നതിനുപരി നമ്മൾ അയാളെ തോപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മാത്രമല്ല ഒരിക്കലും എടുത്തിയാട്ടം പാടില്ല. ഓരോ കാര്യങ്ങളും മൊക്കോമോ താൻസ്രോയ്ക്ക് പറഞ്ഞു കൊടുക്കുവാണ്. എങ്ങനെയാണ് ഒരു വാൾ പിടിക്കുന്നതെന്നും എങ്ങനെയാണ് വാളിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതെന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതിന്റെ ഇടയിൽ സാബിറ്റോ താൻസ്രോയായിട്ട് അടിയൊക്കെ കൂടുന്നുണ്ട്. പക്ഷെ നമ്മുടെ താൻസ്രോയിന് നമ്മുടെ സാബിറ്റോനെ തൊടാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ 6 മാസങ്ങൾ കടന്നു പോകുന്നു. സാബിറ്റോ പറയും, എന്നെ തോപ്പിക്കാൻ നിനക്ക് 6 മാസമൊക്കെ വേണ്ടി വരുമോ, ഇത്രേ ഉള്ളോ നീ? ഇത് കേട്ട് താൻസ്രോ പറയും, ഇന്ന് ഞാൻ നിന്നെ തോപ്പിച്ചിരിക്കും, അത് തീർച്ചയാണ്. അങ്ങനെ താൻസ്രോ ഇതുവരെ ട്രെയിൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർത്ത് വെച്ചിട്ട് അവൻ സാബിറ്റോനെ ആക്രമിക്കാൻ പോകുകയാണ്. അങ്ങനെ രണ്ടുപേരും വളരെയധികം സ്പീഡിൽ അവരുടെ വാള് വെച്ച് തമ്മിൽ ഫൈറ്റ് ചെയ്യും. അങ്ങനെ സാബിറ്റോ മേലോട്ട് വാൾ ഉയർത്തുന്നതോടെ തന്നെ നമ്മുടെ താൻസ്രോ വാൾ വെച്ചൊറ്റ വീശുവാണ്. അദ്ദേഹം തന്നെ നമ്മുടെ സാബിറ്റോടെ മാസ്ക് രണ്ടായിട്ട് പൊട്ടും. അങ്ങനെ സാബിറ്റോടെ മുഖം അവിടെ കാണുവാണ്. അങ്ങനെ സാബിറ്റോ താൻസ്രോയെ നോക്കി മൊക്കോമോ താൻസ്രോയോട് പറയുന്നുണ്ട്, ഇതേപോലെ തന്നെ നീ എല്ലാ കാര്യത്തിലും വിജയിക്കും, തോറ്റു കൊടുക്കലെന്ന് പറഞ്ഞിട്ട് മൊക്കോമോ അവിടുന്ന് അപ്രതീക്ഷമായി പോവാണ്. ഇതേ സമയം തന്നെ നമ്മുടെ സാബിറ്റോയും അപ്രതീക്ഷമായി പോകുന്നുണ്ട്. ഇതേ സമയം തന്നെയായിരുന്നു നമ്മുടെ താൻസ്രോ മുന്നോട്ട് നോക്കുന്നത്. അന്നേരമാണ് അവന് മനസ്സിലാവുന്നത് അവൻ വെട്ടിയത് സാബിറ്റോയുടെ മാസ്കിലല്ല, അതിന് പകരം ആ കല്ലിലായിരുന്നു. ആ കല്ല് 2 കഷ്ണമായിട്ട് മാറുവാണ്. താൻസ്രോയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാവും. താൻസ്രോ നോക്കിയിരിക്കുന്ന സീനും കാണിച്ചതാണ് ഡീമൺ സ്ലേയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 അതിലെ 3rd എപ്പിസോഡ് തീരുന്നത്. പിന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്കും ചെയ്തേക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ഓക്കെ, ബൈ.